ആധുനിക കാലത്ത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തൊക്കെയായി, പക്ഷേ നമ്മൾ കാലത്തിന്റെ വികസനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു ജനവിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ യുവജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ശേഷം ആ തലമുറ പോലും ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നത് ഞാൻ കാണുന്നു. എനിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അരനൂറ്റാണ്ട് കാലത്തിലധികം ഈ ഭൂമിയിൽ ജയിച്ച് നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു വന്ന ശേഷം എനിക്ക് ശേഷം വന്ന തലമുറകൾ എൻ്റെ കമ്മ്യൂണിറ്റി ഞാൻ കാണുന്നു. ഈ കമ്മ്യൂണിറ്റി ആളുകൾ അവരുടെ പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിച്ച് ട്രെയിൻ ചെയ്യുന്നതിന് ഓട്ടോറിക്ഷ ഓടിക്കാൻ നടക്കുന്നു. പക്ഷേ മറ്റ് ജനവിഭാഗങ്ങൾ അവരുടെ തൊഴിൽ വിശ്വകർമ്മ തൊഴിൽ ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഒരു ജ്വല്ലറി മാനുഫാക്ചർ അജയ് നിങ്ങളുടെ ഗോൾഡ് വർക്ക്ഷോപ്പിൽ എത്ര 200 പേര് വർക്ക് ചെയ്തു. അത് എത്ര ദിവസം 10-12 പേര് നമ്മുടെ അടിസ്ഥാന തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നു കരുതിയിട്ട് നമുക്കത് വീണ്ടെടുക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി, അതിൽ നിന്ന് നമുക്ക് ഉയർന്നു വരാമെന്ന് കരുതുന്നു. നേരത്തെ ഇവിടെ പറയുകയുണ്ട്, നമുക്ക് അതായത് നമുക്ക് ഇനിയും കുടനിർമ്മാണം നമ്മുടെ ഒരു തൊഴിലായി. കുടനിർമ്മാണത്തിൽ എത്രയെത്ര കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാം. കുടനിർമ്മാണം, ചെറിയ ചെറിയ തലപ്പായി നിൽക്കുക, ഇതൊക്കെ വിശ്വകർമ്മ ചെയ്യണമെന്നാണ് നമ്മുടെ വിശ്വകർമ്മ എപ്പോഴും ചെയ്യുന്നത്. പക്ഷേ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവർക്ക് ലഭിക്കുന്ന ഈ സർക്കാരിന് ലഭിക്കുന്ന പരിമിതമായ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും പോലും കഴിയാത്തവരാണ് നമ്മളുടെ ഇന്നുള്ള ഈ 10-30 സംഘടനകളും അവരുടെ നേതാക്കന്മാരും നമ്മൾ വെച്ചത്. ഈ 10-30 സംഘടനകളുടെ നേതാക്കന്മാർ എന്താണ് ചെയ്യുന്നത്? കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഇവർ പിരിച്ചു കൊടുക്കുന്നു. ഇവരുടെ സർക്കാർ ഞാൻ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന ദിവസം 1000 രൂപ അടക്കം, 500 രൂപ. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ വിശ്വകർമ്മ സംഘടനകളുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ ചെങ്ങന്നൂരിൽ SNDP യോഗം പ്രഖ്യാപിച്ചത് 24 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈഴവ സമൂഹത്തിൽ ചെങ്ങന്നൂർ താലൂക്ക് തലത്തിൽ ഉദ്ദേശിച്ചത്. വിശ്വകർമ്മ സംഘടനകൾ ഉണ്ടായി ഒട്ടനവധി കാലം കഴിഞ്ഞിട്ടാണ് SNDP. ഇത്രയും കാലമായി ഈ പാവപ്പെട്ട വിശ്വകർമ്മയിൽ നിന്ന് പിരിച്ചെടുത്ത പണമില്ല. ഇതേക്കുറിച്ച് ആരും ഇവിടെ വിശ്വകർമ്മന്റെ ഒരു ആസ്ഥാനം ഇതൊക്കെ കാണണം. കണ്ടുപിടിക്കുന്നൊക്കെ കാണിക്കണം. എന്താണ് ഇപ്പൊ നേതാക്കന്മാരെ എതിർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നേതാക്കന്മാരെ പക്ഷെ അവരുടെ താല്പര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുക എങ്ങനെ പുതിയ ഒരു നേതൃത്വം ഉണ്ടാകുന്നു, അതോ ഈ നേതൃത്വത്തിന്റെ പുതിയ പാഠങ്ങൾ ഈ സമൂഹത്തിൽ ചൂഷണം ചെയ്യുന്നു. ഈ നേതാക്കന്മാർ അത് ABCDEF തുടങ്ങി 26 അക്ഷരങ്ങളിലുള്ള നേതാക്കന്മാർ, 26-27 സംഘടനകൾ. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു ഈ സംഘടനകൾ, ഈ ആളുകൾ. നമ്മളിപ്പോൾ ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോഴും പ്രസന്റേജ് ലൈഫ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകും? അതായത് നമുക്കറിയാം, ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം, രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒരു സമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പിൻബലമില്ലാതെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമൂഹത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് സപ്പോസ് നമ്മുടെ ഗവൺമെന്റ് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ഉണ്ടെങ്കിൽ ഇവിടുത്തെ 15% വരുന്ന വിശ്വകർമ്മ സമൂഹത്തിൽ അതിന്റെ 15,000 കോടി രൂപയുടെ പദ്ധതികൾ വിട്ടുകൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായി. നമുക്ക് നിയമസഭയിൽ പറയാനാണ്, ലോക്സഭയിൽ പറയാനാണ്, രാജ്യസഭയിൽ പറയാനാണ്. രാഷ്ട്രീയ പിൻബലമില്ലാതെ വിശ്വകർമ്മ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം. നമ്മൾ രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. പൊളിറ്റിക്കൽ എൻട്രി എങ്ങനെ വിശ്വകർമ്മത്തിൽ ഉണ്ടാക്കാം, എങ്ങനെ ഔദ്യോഗിക രംഗത്ത് നമുക്ക് മുന്നേറാം. നമ്മുടെ കുട്ടികളെ നിങ്ങൾ പഠിക്കണം. വിദ്യ കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയും എന്ന് 100 വർഷങ്ങൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ അതിനു മുൻപാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശ്വകർമ്മയിലേക്കാളും ഒക്കെ വളരെ വളരെ പിന്നിലായിരുന്നു, എല്ലാ രീതിയിലും പിന്നിലായിരുന്നു. നിങ്ങളുടെ സമൂഹത്തിൽ പ്രസന്റ് സിറ്റുവേഷൻസ് പഠിക്കണമെങ്കിൽ അവരെങ്ങനെ നേടിയത്? അവിടെയാണ് നമ്മൾ വീണ്ടും പറയുന്നത് ഈ മാറ്റം. വിശ്വകർമ്മ സമൂഹം കോടാനുകോടിയുടെ സ്വത്തുക്കളുള്ള 18 കോടി വിശ്വകർമ്മ കഴിയുന്ന ഇന്ത്യ മഹാരാജ്യം. വിശ്വകർമ്മയിൽ മാത്രമാണ് ഒരു പത്രം നിലനിൽക്കുന്നത്. വിശ്വകർമ്മൻ ജയിലിൽ വന്നു. ഇവിടെ ഡാറ്റുകൾക്കുണ്ട്. ഡാറ്റുകളാണെന്ന് ഇവിടെ മരിക്കുന്നതിൽ ഏറ്റവും ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ട്, പിന്നെ ഹിന്ദുക്കളുണ്ട്, ആ ഭാഗത്തുണ്ട്, ഈഴവക്കുണ്ട്.
ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് ഇതിൽ നിന്നുള്ള ഒരു ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി നമ്മൾ കഴിയാതെ കഴിഞ്ഞ 2 വർഷക്കാലം വിശ്വകർമ്മകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഉള്ള ചോദ്യത്തിന് കഴിഞ്ഞ 35 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളിൽ ഞാൻ കണ്ടെത്തിയ ഒരു മറുപടി നമുക്ക് ലഭിക്കാതെ മാധ്യമ വിശ്വകർമ്മത്തിനാണ് ഈ ഭൂമിയിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചതെന്ന് മനോരമയോ മാതൃഭൂമിയോ കേരളമോ ചന്ദ്രയോ എഴുതത്തില്ല. അവർക്ക് ആവശ്യം. പക്ഷെ അവർ ചെയ്യും. നിങ്ങൾ കൊണ്ടുപോകുന്നത് വാർത്തകൾ ഒരു അപേക്ഷിക്കും. നമുക്ക് വലിയ വിവരമൊന്നുമില്ല. ഈ വാർത്തയല്ല വേണ്ടത്. വിശ്വകർമ്മത്തിന്റെ സംസ്കൃതിയെ കുറിച്ച് കാര്യങ്ങൾ എഴുതും. കഴിഞ്ഞ 1-2 വർഷക്കാലമായി കർമ്മഭൂമിയിൽ വന്നതിന്റെ ഒരംശം ഈ ഏതെങ്കിലും പത്രത്തിൽ മലയാളം കർമ്മഭൂമി എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഞാൻ പത്രത്തിന്റെ ഒരു ശക്തിയെ കുറിച്ച് പറയുന്നത് പത്രമാധ്യമങ്ങൾ മലയാളം കർമ്മഭൂമി എന്ന് പറയുന്ന ഈ ഒരു പത്രം 100 വർഷങ്ങൾ മുമ്പ് തന്നെ കേരള മെച്ചപ്പെട്ട പത്രമാണ്. കേരള അങ്ങനെ ഒരു പത്രം നമുക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വിശ്വവിദ്യാലയത്തിൽ പ്രബലന്മാരായിരുന്നു. എന്തിനാണ് ഞങ്ങൾ മനോരമ വായിക്കുന്നത്? എന്തിനാണ് ഈ പത്രം അവർക്ക് വിവരമില്ല. ഒരു പത്രം പെൻ ഈസ് മൈറ്റഡ് ആൻഡ് സോഡ് എന്ന് പഠിപ്പിക്കുന്ന ആദ്യ പാഠങ്ങൾ പഠിച്ചു വന്നവരാണ്. അല്ലെങ്കിൽ അക്ഷരം വാളിനേക്കാൾ ശക്തമാണെന്ന് മൂർച്ചയേറിയതാണെന്ന് പഠിപ്പിച്ച ലോകത്തെ സംഘടനകളും വ്യക്തികളും മതവിഭാഗങ്ങളും ലോകമെമ്പാടും അത് മനസ്സിലാക്കുക. എപ്പോഴും ഒരു പത്രം തുടങ്ങുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യം. നമ്മൾ മത്സരിക്കുന്നത് 1800 കോടി രൂപയുടെ പത്ര വ്യവസായം നടത്തുന്ന മനോരമയോടും അതിൽ 1200 കോടിയുടെ പത്ര വ്യവസായം നടത്തുന്ന മാതൃഭൂമിയോടും പിന്നെ കേരള ഗവൺമെന്റിനോടും ദീപികയോടും ചന്ദ്രികയോടും മാധ്യമത്തോടും വർത്തമാനത്തോടും അങ്ങനെയുള്ള 1000 പത്രങ്ങളാണ് നമ്മൾ മത്സരിച്ച് പത്രക്കാർ ചങ്കുറ്റുന്നത്. ചങ്കുറ്റെന്ന് പറയുമ്പോൾ ഒരു പത്രം ഒരു ദിനപത്രം ഒരു ദിവസം 1 ലക്ഷം രൂപ വേസ്റ്റ് പേപ്പറായിട്ട് അടിച്ചു കളയുക. 1 ലക്ഷം രൂപ ഒരു ദിവസം. നമുക്കറിയാം ഞാൻ നോട്ടീസ് അടിച്ച് എത്ര രൂപയാണ് ഒരു ദിവസം ഒരു ദിനപത്രം ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ 1 ലക്ഷം രൂപയാണ്. ആര് സംഭവം ആരിതിന്റെ ഷെയർ ഇന്നത് ഇവിടെ ഉൾപ്പെടുന്ന എന്തുകൊണ്ടാണ് പത്രം തുടങ്ങുന്നത്? ഞാൻ പറയുന്നത് ഈ സമൂഹത്തിന്റെ ഉന്നമനമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്കൊരു മാധ്യമ സപ്പോർട്ടിലാണ് എനിക്ക് വരാൻ പറ്റും. അത് ലോകം തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈഴവ സമൂഹം കേരള എന്ന് പറയുന്ന ഒരു പത്രം, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ മാതൃഭൂമിയും മനോരമയും കേരള രാജ്യവും ദീപികയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് കേരളം അത് സി വി പിന്നിലാണ് പറഞ്ഞത്. എൻ്റെ ഈഴവന്റെ വാർത്ത കഴിഞ്ഞ എന്ന് പറഞ്ഞ് സി വി പിന്നിലാണ് ഈഴവന്റെ വാർത്തകൾ മുൻപേ ചർച്ച വെച്ചു. അപ്പോൾ നമുക്കറിയാം ഇവിടെ മനോരമയും മാതൃഭൂമിയും കേരളത്തിൽ അവരുടെ വായനക്കാരും ഈഴവരുമൊക്കെ എല്ലാ സംഭവവും. അപ്പോൾ അവരുടെ വായനക്കാർ പോകാതിരിക്കുന്നതിന് വേണ്ടി മനോരമയും മാതൃഭൂമിയും മുൻപേ നമുക്കറിയാം. കേരളത്തിലെ അകത്താണ് വെള്ള പാലസ് പ്രസംഗം കൊടുക്കുന്നതെങ്കിൽ മനോരമയുടെ ഫ്രണ്ട് പേജിലാണ് വെള്ള പാലസിന്റെ വാർത്ത മാതൃഭൂമിക്കാണ്. കാരണം ഈഴവ സമൂഹത്തിലെ വായനക്കാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. കർമ്മഭൂമി ആദ്യം ദിനപത്രമായി കഴിഞ്ഞ ജാനുവരി 1 ഇറങ്ങിയിട്ടുണ്ട്. 2013 ജാനുവരി 1 ദിനപത്രമായി ഇറങ്ങുന്നത്. അത് ആ വിശ്വകർമ്മ ജയന്തിയുടെ വാർത്ത ഇവിടുത്തെ പ്രമുഖ പത്രങ്ങൾ മനോരമയിലും മാതൃഭൂമിയിലും കേരള ഗവൺമെന്റിലും സ്റ്റോക്ക് ന്യൂസ് ആയിരുന്നു. വിശ്വകർമ്മ സമൂഹത്തിന്റെ കൊല്ലത്ത് നടന്ന ഘോഷയാത്രയാണ് അതിന്റെ ഉപചിത്രമായി മനോരമയിൽ നടന്നത്. മാതൃഭൂമിയിലും ഇത് ഏറ്റവും മുകളിൽ കേരള ഇന്ത്യയിലെ 15 കോടി വരുന്ന ഇന്ത്യയിലെ 15 കോടി വരുന്ന വിശ്വകർമ്മജർ വിശ്വപഞ്ചമി ആഘോഷിച്ചത് വിശ്വകർമ്മജനം ആഘോഷിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് കർമ്മഭൂമി കൂട്ടിക്കണം. കർമ്മഭൂമി ഒരു പത്രം മലയാളത്തിലുണ്ടായ മനോരമയും മാതൃഭൂമിയും കേരളം ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതായത് മലയാള മനോരമ കഴിഞ്ഞ 125 വർഷമായി ഉണ്ടാക്കിയെടുത്ത അവരുടെ വായനക്കാർ, അതായത് മറ്റെല്ലാവരും പറയും അതിൽ നിന്ന് കർമ്മഭൂമി 1 ലക്ഷം കോപ്പി അച്ചടിച്ച മനോരമയുടെ 50,000 27 കോപ്പി മാതൃഭൂമിയുടെ അത്രയും കേരളത്തിൽ അതൊക്കെ ആഗ്രഹിക്കുന്നു. അതിന് നമ്മളുടെ നേതാക്കന്മാർക്ക് കൗണ്ട് ബാലൻസ് കൊടുത്ത് ഈ പത്രത്തിന്റെ ആവശ്യമില്ലെന്ന് അവരെ പ്രസംഗിപ്പിച്ചു. മനോരമയുടെ ബിസിനസ് ടാക്ടിക്സ്. ഇന്ന് ഞാൻ കേരളത്തിലെ ആദ്യത്തെ കരിയർ ഗൈഡൻസ് പബ്ലിക്കേഷൻ 1984 ഞാൻ ആരംഭിക്കുന്നു. മനോരമ കരിയർ ഗൈഡൻസ് മനോരമ 10 വർഷം കഴിഞ്ഞ് മനോരമ പത്രം ആരംഭിക്കുന്നു. ആദ്യം ചെയ്തത് കരിയർ മാഗസിൻ എങ്ങനെ പുറത്തുവിട്ടാൽ ഞാൻ ഏജന്റുമാർക്ക് കരിയർ മാഗസിനെ സാറേ നിന്ന് പോയിട്ട്
ഈ തന്ത്രം, അതായത് കർമ്മഭൂമി കഴിഞ്ഞ മെയ് മുതൽ, മെയ് 1 മുതൽ വീക്കിലി ന്യൂസ് പേപ്പറായ നമ്മൾ കേരളത്തിലുള്ള എല്ലാ വിശ്വകർമ്മ സംഘടനകളും എല്ലാവർക്കും സൗജന്യമായി 7 മാസക്കാലം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മാസക്കാലം നമ്മുടെ പത്രം നിങ്ങളുടെ സഹകരണം നിങ്ങൾ വൈകാരായിരുന്നു 8 മാസക്കാലം